നമസ്തേ, ഞാൻ മായ ജയമോഹൻ. 2025 മാർച്ച് മാസം 15-ാം തീയതി മുതൽ ബുധൻ മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. അതായത് പ്രതിലോമമായിട്ട് സഞ്ചരിക്കുകയാണ്. ബുധൻ്റെ നീചരാശിയാണ് മീനൻ രാശി. ഫെബ്രുവരി മാസം 28-ാം തീയതി ബുധൻ മീനം രാശിയിലേക്ക് കടന്നതാണ്. അപ്പോൾ ശുക്രനുമായി യോഗം ചെയ്ത ബുധൻ നീചഭംഗ രാജയോഗത്തോടുകൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ബുധൻ പ്രതിലോമമായി സഞ്ചരിച്ചു തുടങ്ങുന്ന മാർച്ച് മാസം 15-ാം തീയതി മുതലാണ് ഈ നീചഭംഗ രാജയോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ട് എല്ലാ നക്ഷത്രക്കാർക്കും ലഭിക്കുക. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. മാർച്ച് 15 മുതൽ ഏപ്രിൽ 7 വരെയുള്ള സമയം ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ മാർച്ച് മാസം 15-ാം തീയതി ആകുമ്പോൾ സൂര്യനും ബുധനും ശുക്രനും രാഹുവും കൂടി 4 ഗ്രഹങ്ങൾ മീനം രാശിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ മീനം രാശിയിൽ ഈ 4 ഗ്രഹങ്ങളും കൂടി ഉള്ളതിൻ്റെ ഫലമായിട്ട് 12 രാശിക്കാരായിട്ടുള്ളതിൽ ആദ്യത്തെ രാശിയായ മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നതിനെക്കുറിച്ച് നോക്കാം. അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ 3-6 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധനാണ് 12-ാം ഭാവത്തിലൂടെ നീചഭംഗ രാജയോഗത്തോടുകൂടി സഞ്ചരിക്കുന്നത്. ബുധൻ എന്നുള്ള ഗ്രഹം നമ്മുടെ ഐക്യുവിൻ്റെ, ബുദ്ധിശക്തിയുടെ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെയൊക്കെ ആളാണ്. നമ്മുടെ സംസാരത്തിൻ്റെ, പ്രധാനമായും സംസാരം. അപ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി, അതായത് അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രാക്ഷനോടുകൂടി ജോലി എടുക്കുന്ന ആൾക്കാർ, ബിസിനസ്സുകാർ, പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രാക്ഷൻ, ഡോക്ടർ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സഹകരണ മേഖലകളിലെ കൺസൾട്ടൻസി ഇട്ടിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ നീചഭംഗ രാജയോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ടും ലഭിക്കുകയാണ്. അതായത് ബുധൻ്റെ ആ ഒരു ഗുണം കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ നല്ല ഒരു അവസരമായിരിക്കും. കുറച്ച് കച്ചവട രംഗത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കോ, പ്രത്യേകിച്ചും പരീക്ഷാ കാലഘട്ടവും കൂടിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിരിക്കും ഈ ഒരു രാശി മാറ്റം, ഈ ഒരു ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം മേടം നക്ഷത്രക്കാർക്ക് കൊടുക്കുന്നതെന്ന് പറയാം. അതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ യാത്രയ്ക്ക് ആഗ്രഹിച്ചിരിക്കുന്നവരെ, വിദേശത്ത് പഠിക്കാൻ പോകാനായിട്ട്, പിന്നെ IELTS പരീക്ഷ, ഇങ്ങനെയുള്ള പരീക്ഷകളുണ്ടല്ലോ, അങ്ങനെയുള്ള പരീക്ഷകൾ, ഇങ്ങനെയൊക്കെ OET ഇതൊക്കെ പോലുള്ള പരീക്ഷകൾ എഴുതുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളവും ഒരു റിവാർഡഡ് ആയിട്ടുള്ള, ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ്. പരീക്ഷകളിൽ പാസ്സാവാനും ജോലി അന്വേഷിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെറിയൊരു കാലഘട്ടം, അതായത് ബുധൻ്റെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. ഒപ്പം തന്നെ അത് കഴിഞ്ഞിരുന്നാലും നീചഭംഗ രാജയോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ട് ലഭിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ അടുത്തത് ഇടവം രാശിക്കാർ. ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കാർത്തിക അവസാന കാൽഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ഇടവം രാശിക്കാരുടെ 2-5 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 11-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഇടവം രാശിക്കാരായിട്ടുള്ള നക്ഷത്രക്കാർക്കുണ്ടാകുന്നത്. അവരുടെ വരുമാനം വർദ്ധിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺസൾട്ടൻസികൾ ഇട്ടിരിക്കുന്ന ആൾക്കാർ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ, പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി എടുക്കുന്ന ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം. പരീക്ഷകളിൽ കുഞ്ഞുങ്ങൾക്ക് വിജയമുണ്ടാകുന്ന ഒരു സമയം, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു സമയം എന്ന് പറയാം. അതുപോലെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ, എന്തെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് മാതാപിതാക്കൾക്ക് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിനുള്ള സാധ്യത, നമ്മുടെ ഇൻലോസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഈ ഒരു സമയം ഉണ്ടാവുക. പ്രത്യേകിച്ച് സൂര്യനും കൂടി വന്ന് ചേരുമ്പോൾ ഇവിടെ ബുധ ആദിത്യ യോഗം അതൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഗുണങ്ങൾ കിട്ടുന്നു എന്നതിനെക്കുറിച്ച്, ഗുണങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെ ഉണ്ടാകുന്നു, നീചഭംഗ രാജയോഗം, ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ധാരാളം ഗുണഫലങ്ങളെ കൊടുക്കുന്നു എന്ന് പറയുന്നു. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർതം ആദ്യം 3/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മിഥുനം രാശിയുടെ രാശ്യാധിപതി ബുധനാണ്. അതുപോലെ തന്നെ 4-ാം ഭാവാധിപതിയും ബുധനാണ്. ആ ബുധൻ 10-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന സമയം, നിങ്ങളുടെ വാക്കുകൾക്ക് ആൾക്കാർ വില കൽപ്പിക്കുന്ന ഒരു സമയം. നമ്മൾക്ക് അതായത് ലഗ്നാധിപതിയാണ് ബുധൻ, രാശിയുടെ അധിപതിയാണ്. അപ്പോൾ
അപ്പോൾ ഈ ബുധനാണ് നീചഭംഗ രാജയോഗത്തോടു കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ എന്തെങ്കിലും രംഗങ്ങളിൽ താഴ്ന്നിരുന്നു അല്ലെങ്കിൽ കർമ്മരംഗത്ത് അധപ്പതിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അവരതിൽ പുഷ്ടിയായിട്ട് വരുന്ന, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ചും അങ്ങനെയുള്ളവർക്ക് കുറച്ച് പുഷ്ടിയായിട്ട് കയറി വരാൻ പറ്റിയ ഒരു സമയമാണിത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ നല്ലൊരു സമയമായിരിക്കും. വിദേശവുമായി ബന്ധപ്പെട്ടും വിദേശ യാത്രയ്ക്ക് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക്, അവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പ്രമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈവ പോലുള്ള പരീക്ഷകൾ ഇതിനെല്ലാം അപ്പിയർ ചെയ്യാനിരിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ നീചഭംഗ രാജയോഗത്തോടു കൂടിയുള്ള ബുധൻ പ്രദാനം ചെയ്യുന്നത്. അടുത്തത് കർക്കിടകം രാശിക്കാർ. പുണർതം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകം രാശിയുടെ 3, 12 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 9ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഈ ബുധൻ്റെ ഒരു ത്രികോണക്ഷേത്രത്തിലൂടെയുള്ള ഈ ഒരു സഞ്ചാരം വളരെയധികം ഗുണഫലങ്ങൾ കർക്കിടകൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കൊടുക്കുന്നതാണ്. പിതൃസ്വത്ത് അനുഭവിക്കുന്നതിന് യോഗമുള്ള ഒരു സമയമാണിത്. സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകളോ അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം മീൻസ് എന്തെങ്കിലും സഹായങ്ങൾ ഇതൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് കിട്ടാതെ, അതായത് തടസ്സപ്പെട്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തെങ്കിലും നമുക്ക് കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു, കിട്ടാതെ തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാകുന്ന സമയം, പുതിയ വീട്, വാഹനം മുതലായവയെല്ലാം ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയം. നമുക്ക് തടസ്സങ്ങൾ വീട് വെക്കാനായിട്ട് അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാകാതിരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇത്. ഉള്ള വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുന്നതിനെങ്കിലും സാധ്യതയുള്ള ഒരു കാലഘട്ടം, വളരെ സുന്ദരമായ ഒരു സമയമായിരിക്കും കർക്കിടകൻ രാശിക്കാർക്ക് ഈ ഒരു മാറ്റം കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് പിതൃസ്വത്തുക്കൾ എന്തെങ്കിലും വിഷയങ്ങളായിട്ട് നമുക്ക് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ പിതാവിൽ നിന്ന് എന്തെങ്കിലും ധനപരമായ നേട്ടങ്ങൾ കിട്ടുക, അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് അല്ലെങ്കിൽ വീട്, വാഹനം ആദിയായ എന്തെങ്കിലും കാര്യങ്ങൾ പിതാവിൽ നിന്ന് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിലും, അതായത് മീൻസ് തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു സമയം. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ചിങ്ങം രാശിയുടെ 2, 11 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 8ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ചിങ്ങം രാശിക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത്. കർമ്മരംഗത്ത് ച്യുതി ഉണ്ടാകുന്ന, ചെറിയൊരു പതനമുണ്ടാകുന്ന സമയം, വരുമാനം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തടസ്സമുണ്ടാകുന്ന ഒരു സമയം, സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ദുഃഖകരമായ വിഷയങ്ങൾ, അവരെ കൊണ്ട് നമുക്ക് ശല്യങ്ങൾ ഉണ്ടാകുന്നതിന് ഉണ്ടാകുന്ന ഒരു സമയമാണിത്. നമ്മുടെ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകൾ, ശത്രുക്കൾ ഉണ്ടാകുന്ന സമയം, നമ്മളെപ്പറ്റി ആൾക്കാർ മോശം പറയുന്ന ഒരു കാലഘട്ടം. ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർ നന്നായിട്ട് പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം. ചിങ്ങം രാശിക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിയാധിപതി ബുധനാണ്. അതുപോലെ തന്നെ 10ാം ഭാവാധിപതിയും ബുധനാണ്. ഈ ബുധൻ 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുധൻ, അവർ ലഗ്നാധിപതി, രാശിയാധിപതിയായ ബുധൻ, അതായത് കന്നി രാശിയുടെ സ്വാമിയാണ് ബുധൻ. ഈ ബുധനാണ് നീചഭംഗ രാജയോഗത്തിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ യോഗകാരകനാണ് ബുധൻ. കന്നി രാശിക്കാർക്ക് വളരെയധികം സന്തോഷകരമായ സമയങ്ങൾ ആയിരിക്കും, സന്തോഷകരമായ അനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയം. വിവാഹം ആലോചിച്ച് അന്വേഷിച്ച് തടസ്സപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമായിരിക്കും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. അതുപോലെ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന സമയം. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ വല്ലവൻ്റെയും കാര്യം പറഞ്ഞിട്ടെങ്കിലും ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു റിവാർഡഡ് ആയിട്ടുള്ള ഒരു ടൈമാണ്. കർമ്മരംഗത്ത് ധാരാളം പുഷ്ടി ഉണ്ടാകുന്ന സമയം. അതുപോലെ വിദേശ യാത്രയുമായി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം. വിദേശത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയം. സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കന്നി രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. ഉത്രം അവസാന 1/4 ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ 1/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. തുലാം രാശിയുടെ 12, 9 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 6ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. തുലാം രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. എന്നാൽ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ്. നമ്മെക്കുറിച്ച് അപവാദങ്ങൾ അവർ പറഞ്ഞു വരുത്താനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അതായത് ട്രസ്റ്റ് ചെയ്യാൻ, ഫ്രണ്ട്സിനെ വിശ്വസിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമല്ല ഇത്. അപ്പോൾ വളരെ സൂക്ഷിക്കുക. കൂട്ടുകാരെ, പുതിയ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുകയാണെങ്കിലും വളരെ നോക്കിക്കണ്ട് ചെയ്യേണ്ട ഒരു സമയം. ഉള്ളവരോട് തന്നെ നമ്മുടെ വിശേഷങ്ങൾ, കൂടുതൽ രഹസ്യങ്ങളൊന്നും ഷെയർ ചെയ്യാതെ ഇരിക്കേണ്ട ഒരു കാലഘട്ടം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ
കന്നിരാശിക്കാരുടെ പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഗുണങ്ങൾ ധാരാളം ലഭിക്കും. പിന്നെ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം. പക്ഷേ ചിലവുകൾ വളരെയധികം വർദ്ധിച്ചു വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഭാഗ്യങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ, അതായത് നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു സമയം. നമ്മുടെ സഹപ്രവർത്തകർ, അതായത് നമ്മുടെ കീഴ് ജീവനക്കാരെ കൊണ്ട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അവരിൽ നിന്നും സന്തോഷകരമായിട്ട് അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റുകൾ, നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് നമ്മുടെ കീഴ് ജീവനക്കാർ, നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളായിട്ടുള്ളവർ, അതുപോലെ നമ്മുടെ കീഴ് ജീവനക്കാരായിട്ടുള്ളവർ, നമ്മുടെ കൊളീഗായിട്ടുള്ള ആൾക്കാർ, ഇവരെയൊക്കെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടുകൾ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. വൃശ്ചികം രാശിയുടെ 11-8 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 10-8 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 5-ാം ഭാവത്തിലൂടെ 11-8 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 5-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷകരമായ വാർത്തകൾ, കുഞ്ഞുങ്ങളുടെ പരീക്ഷാ വിജയങ്ങൾ, അവർക്ക് ജോലി ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം, അങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാൽ തൊണ്ടയുമായി ബന്ധപ്പെട്ട് കഫവുമായി, അതായത് കണ്ടത്തിന് മുകളിലോട്ടുള്ള കാര്യത്തിൽ ശബ്ദോടൊപ്പ്, കഫം, തൊണ്ടവേദന മുതലായ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന്, തലവേദന പോലുള്ള വിഷയങ്ങൾ വരുന്നതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണിത്. അതുപോലെ ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലും ഗോൾ ബ്ലാഡർ പോലുള്ള ഓർഗൻ, ലിവറുമായി ബന്ധപ്പെട്ട് ഫാറ്റി ലിവർ ആദിയായ വിഷയങ്ങൾ ഉള്ള ആൾക്കാർ ഒന്ന് കരുതിയിരിക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ല പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയം. കുഞ്ഞുങ്ങളുടെ വിവാഹം നോക്കിയിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്ത് ഉയർച്ച, പ്രമോഷൻ, മറ്റുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധിക്കുന്ന സമയം. ഒരു ലീഡർഷിപ്പൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഒരു നല്ലൊരു സമയമാണ്, നല്ലൊരു കാലഘട്ടമാണ് ബുധൻ്റെ ഈ രാശിമാറ്റം, ബുധൻ്റെ ഈ ഒരു വക്രഗതിയിലുള്ള സഞ്ചാരം. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ധനുരാശിയുടെ 10-7 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 4-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ നല്ല ഒരു സമയം തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടം. മാതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ചെറിയൊരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ്. കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ കിട്ടുന്ന സമയം. ഈശ്വരീയമായ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ ധനുരാശിക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് ഉയർച്ച, നമ്മുടെ സഹപ്രവർത്തകരെ കൊണ്ട് ഗുണങ്ങൾ, ഭാര്യയുടെ കുടുംബസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ലഭിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന്, വീട്, വാഹനങ്ങൾ മുതലായവ എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം കിട്ടുന്ന ഒരു സമയം. ഒരു റിവാർഡായിട്ടുള്ള സമയം. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോണുകൾ ആദിയായ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമായിരിക്കും ഈ രാശിമാറ്റം. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മകരം രാശിയുടെ 9-6 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 3-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മകരം രാശിക്കാർക്ക് സഹോദര ഗുണമുണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ, ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഭാഗ്യാദി വർധന ഉണ്ടാകുന്ന സമയം. വിദേശവുമായി ബന്ധപ്പെട്ട് യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയം. വിദേശത്ത് ഇരിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയം. അപ്പോൾ മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ബുധൻ്റെ ഈ രാശിമാറ്റം. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയുടെ 8-5 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 2-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്, സ്വന്തമായിട്ട് ജോലി എടുക്കുന്ന ആൾക്കാർ, കൺസൾട്ടൻസികൾ ഇട്ടിരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം. കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സന്തോഷപരമായ വാർത്തകൾ കേൾക്കുന്ന സമയമാണ്. എന്നാൽ ആരോഗ്യപരമായിട്ട് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം ആയിരിക്കുകയില്ല. മറ്റുള്ള രംഗങ്ങളിൽ, അതായത് നമ്മുടെ കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു സമയം. ധനപരമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ
രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടുന്നു. അതായത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻറ്റുകൾ കിട്ടുക, ലോണുകൾ, PhD ചെയ്യുന്നവരാണെങ്കിൽ തീസിസുകൾ സമർപ്പിച്ച് അവിടെ വിജയമുണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും. പ്രമോഷൻ, ശമ്പള വർധനവ് ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. മീനം രാശിയുടെ 7-4 ഭാവങ്ങളുടെ അധിപതിയായ ബുധനാണ് മീനം രാശിയിൽ നീചഭംഗ രാജയോഗത്തോടു കൂടിയിരിക്കുന്ന ബുധൻ. പക്ഷെ മീനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൊരുരുട്ടാതി, അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. മീനം രാശിയിൽ ബുധൻ നീചഭംഗ രാജയോഗത്തോടു കൂടി ഇരിക്കുന്നുവെങ്കിലും മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ യോഗകാരകനല്ല. അപ്പോൾ നീചഭംഗ രാജയോഗത്തിന്റെ ഫലം പൂർണ്ണമായിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല സൂര്യന്റെ സാന്നിധ്യം അവിടെ മീനം രാശിയിൽ രാഹുവുമായിട്ടൊക്കെ ചേർന്നിരിക്കുകയാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൾവലിയുന്ന സ്വഭാവം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് അത്ര ഗുണപ്രദമായിരിക്കില്ല. മാതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. എന്നാൽ വിവാഹം നോക്കുന്ന ആൾക്കാർക്ക്, അന്വേഷിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയം. വീട്, വാഹനങ്ങൾ മുതലായവ നേടാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ അത് പണി പൂർത്തിയാവാതെ കിടക്കുന്നവർ, അല്ലെങ്കിൽ കയറി താമസിക്കാൻ, അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും മീനൻ രാശിക്കാർ. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം. അപ്പോൾ ബുധൻ ജാതകത്തിലെ ഗുണാവസ്ഥയിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും അധികം ഗുണാവസ്ഥ എന്ന് പറഞ്ഞാൽ ബുധൻ കന്നി, മിഥുനം രാശികളിൽ ഇരിക്കുന്ന ആൾക്കാർ, 11ാം ഭാവത്തിലിരിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് ജാതകത്തിൽ തന്നെ നീചഭംഗ രാജയോഗത്തോടു കൂടി ഇരിക്കുന്ന ബുധനുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പച്ചപ്പട്ട്, തുളസിമാല, കദളിപ്പഴം മുതലായവ കൊടുത്ത് കൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഇതുപോലെ പച്ചപ്പട്ട്, തുളസിമാല മുതലായ ബുധന് കൊടുക്കുന്നതും ബുധ പൂജകൾ ചെയ്യുന്നതുമൊക്കെ നല്ലതായിരിക്കും. ബുധനാണ് നമ്മുടെ പഠിത്തത്തിൻ്റെ, ബുദ്ധിയുടെ, ഐക്യുവിൻ്റെ എല്ലാം ആളെന്ന് പറയുന്നത്. തടസ്സങ്ങൾ, നമ്മൾ എന്തെങ്കിലും കർമ്മരംഗത്ത് ഇറങ്ങി തടസ്സം പെട്ടിരിക്കുകയാണെങ്കിൽ ഗണപതിക്ക് മോദക നേദ്യം കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്ത് ബുധൻ്റെ ദോഷത്തിൻ്റെ നിവൃത്തി വരുത്തേണ്ടതാണ്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.